പ്രവാസലോകത്തെ വാർത്തകൾ. ഉഭയകക്ഷി പങ്കാളിത്തം കൂട്ടുന്നതിന് ജർമ്മൻ സർക്കാരുമായി പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജർമ്മൻ സന്ദർശനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ബെർലിനിൽ ചാൻസലർ ഫ്രെഡറിക് മെർസിനെ കാണാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നതായി ജയശങ്കർ പറഞ്ഞു. നമ്മുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തം ഉയർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും ജർമ്മൻ സർക്കാരുമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഭീകരതയുടെ വെല്ലുവിളിയെ ഇന്ത്യ നേരിടുമ്പോൾ ജർമ്മനി നൽകിയ ഐക്യദാർഢ്യത്തെ അഭിമാനിക്കുന്നതായും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ജർമ്മൻ സാമ്പത്തിക ഊർജ്ജ മന്ത്രി കതറീന റീച്ചയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ, വ്യവസായ പങ്കാളിത്തം, കൂടുതൽ കരുത്തുറ്റ വിതരണ ശൃംഖലകൾ നിർമ്മിക്കുന്നതിനുള്ള സംയുക്ത സഹകരണം എന്നിവ ചർച്ച ചെയ്തതായി ജയശങ്കർ കൂട്ടിച്ചേർത്തു. മെർസിന്റെ വിദേശ സുരക്ഷാനയ ഉപദേഷ്ടാവായ ഗുണ്ടർ സോട്ടറുമായും അദ്ദേഹം സംഭാഷണം നടത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം വിലക്കി ട്രംപ് ഭരണകൂടം. 800ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി. സർവകലാശാലയിൽ US വിരുദ്ധ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ നീക്കം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളോട് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിലെ അവരുടെ നിയമപരമായ വിദ്യാർത്ഥി പദവി നഷ്ടപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. അമേരിക്കൻ വിരുദ്ധ പ്രതിഷേധങ്ങളും ജൂതാക്രമണങ്ങളും നിലനിൽക്കെ സുരക്ഷിതമായ ഒരു ക്യാമ്പസ് നിലനിർത്തുന്നതിൽ സർവകലാശാല പരാജയപ്പെട്ടുവെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് ആരോപിച്ചു. ഹാർവാർഡിലെ വിദേശ വിദ്യാർത്ഥികളുടെ പൂർണ്ണവിവരങ്ങൾ അടുത്ത 72 മണിക്കൂറിനുള്ളിൽ കൈമാറണമെന്നും ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. നടപടി നിയമാനുസൃതമല്ലെന്ന നിലപാടിലാണ് ഹാർവാർഡ് സർവകലാശാല. സർവകലാശാലയിൽ 6800 വിദേശ വിദ്യാർത്ഥികളുണ്ടെന്നാണ് കണക്ക്. ഇതിൽ ഏകദേശം 800 പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ബിരുദ കോഴ്സുകളാണ് ഇവരിൽ ഏറെയും ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇത്തിഹാദ് എയർവേസിൽ വൻ തൊഴിലവസരം. ഈ വർഷം അവസാനത്തോടെ ജീവനക്കാരുടെ എണ്ണം ഇരട്ടിയാക്കും. UAEയുടെ ദേശീയ വിമാന കമ്പനി ഇത്തിഹാദ് എയർവേസ് ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. 2025 അവസാനത്തോടെ 1500 ജീവനക്കാരെ കൂടി റിക്രൂട്ട് ചെയ്യാനാണ് എയർലൈന്റെ പദ്ധതി. ഈ വർഷം തുടക്കത്തിൽ 1685 ജീവനക്കാരെ കമ്പനി പുതിയതായി നിയമിച്ചിട്ടുണ്ട്. നിലവിൽ ഇത്തിഹാദ് എയർവേസിൽ 12000 ജീവനക്കാരാണുള്ളത്. 2030ഓടെ ഇത് ഇരട്ടിയാക്കാനാണ് എയർലൈൻ പദ്ധതിയിടുന്നത്. പൈലറ്റ്, ക്യാബിൻ ക്രൂ, എഞ്ചിനീയർമാർ എന്നിങ്ങനെ പ്രധാനപ്പെട്ട റോഡുകളിൽ കൂടുതൽ ആളുകൾ വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ 3 വർഷത്തിൽ 4000-ലേറെ ജീവനക്കാരെ പുതിയതായി നിയമിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും വലിയ AI ഡാറ്റാ സെന്റർ അബുദാബിയിൽ വരുന്നു. ഓപ്പൺ AI ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഓപ്പൺ AIയുടെ അത്യാധുനിക AI ഇൻഫ്രാസ്ട്രക്ചർ പ്ലാറ്റ്ഫോമായ സ്റ്റാർഗേറ്റ് ആണ് ഡേറ്റാ സെന്ററിന് നേതൃത്വം നൽകുക. G42, ഒറാക്കിൾ, ഇൻവിഡിയ, സിസ്കോ, സോഫ്റ്റ് ബാങ്ക് എന്നിവ ഉൾപ്പെടെ ടെക് വ്യവസായത്തിലെ പ്രധാന കമ്പനികളുമായി സഹകരിച്ചാവും പുതിയ സൗകര്യം. ഈ സഹകരണത്തിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി ഓപ്പൺ AIയുടെ ChatGPT സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ആദ്യ രാജ്യമായി UAE മാറും. സർക്കാർ ഏജൻസികളിലും ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന മേഖലകളിലും സേവനം സംയോജിപ്പിച്ചിരിക്കുന്നു. കൂടാതെ എല്ലാ UAE നിവാസികൾക്കും ChatGPT+ സബ്സ്ക്രിപ്ഷനുകൾ ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് കുവൈത്ത്. 249 പ്രവാസികളെ നാടുകടത്തി. താമസ കുടിയേറ്റ തൊഴിൽ നിയമം ലംഘിച്ചതിന് കുവൈറ്റിൽ 301 പ്രവാസികളാണ് അറസ്റ്റിലായത്. ഇതിൽ 249 പേരെ നാടുകടത്തി. നാടുകടത്തിയവരിൽ 52 പേർ വിവിധ കേസുകളിൽ പിടികിട്ടാപ്പുള്ളികളായിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നാടുകടത്തപ്പെട്ടവരുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. നിയമലംഘകർക്കെതിരെ പരിശോധന തുടരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.